ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശരേഖയാണ് ഉത്തരായന രേഖ 23.5° നോർത്ത്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാതയാണ് NH-44. അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1955-ലാണ് അയിത്ത നിരോധന നിയമം നിലവിൽ വന്നത്. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്ന്? 1947 ജൂലൈ 22-ന്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരുവനന്തപുരം. വൈവിധ്യമാർന്ന സ്പീഷീസുകൾപ്പെട്ട അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ കേന്ദ്രങ്ങളാണ് ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർധനവിനു വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങളാണ് സുവോളജിക്കൽ ഗാർഡനുകൾ. അപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡനുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽപ്പെട്ട അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ കേന്ദ്രങ്ങളാണ് ബൊട്ടാണിക്കൽ ഗാർഡന്. വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർധനവിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങളാണ് സുവോളജിക്കൽ ഗാർഡനുകൾ. നീലഗിരി, അഗസ്ത്യമല ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബയോസ്ഫിയർ റിസർവുകളാണ്. ജൈവ വൈവിധ്യ സംരക്ഷണം, പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണവും മലിനീകരണവും തടയൽ തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് WWF. ജൈവ വൈവിധ്യ സംരക്ഷണം, പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണവും മലിനീകരണവും തടയൽ തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് WWF. ജൈവ വൈവിധ്യ സംരക്ഷണം എന്ന മൂലലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സ്വതന്ത്ര സംഘടനയാണ് IUCN. IUCNൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡും WWF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ, അതിൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡാണ്. ബാക്ടീരിയയിൽ നടക്കുന്ന പ്രത്യുൽപാദന രീതിയാണ് ദ്വിവിഭജനം. ബാക്ടീരിയയിൽ നടക്കുന്ന പ്രത്യുൽപാദന രീതിയാണ് ദ്വിവിഭജനം. ഹൈഡ്രയിൽ നടക്കുന്ന പ്രത്യുൽപാദന രീതിയാണ് മുകുളനം. ബീജങ്ങളുടെ പോഷണത്തിനും ചലനത്തിനും ആവശ്യമായ ഘടകങ്ങൾ അടങ്ങിയ ദ്രവം ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗം ഏത്? അതാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. വൃഷണങ്ങളിൽ നിന്നും പുംബീജങ്ങളെ മൂത്രനാളിയിൽ എത്തിക്കുന്ന കുഴലാണ് ബീജവാഹി. ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും ഇടയിലുള്ള മ്യൂച്വലിസത്തിന് ഉദാഹരണമാണ് പരാഗണം. വൃഷണങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ലൈംഗിക ഹോർമോണാണ് ടെസ്റ്റോസ്റ്റെറോൺ. ചലനശേഷിയുള്ള സൂക്ഷ്മ കോശങ്ങളാണ് പുംബീജങ്ങൾ. ഭ്രൂണം വളർച്ച പൂർത്തീകരിക്കുന്ന ഭാഗം ഏത്? ഗർഭാശയമാണ്. ഭ്രൂണം വളർച്ച പൂർത്തീകരിക്കുന്ന ഭാഗം ഗർഭാശയം. രക്തം പരസ്പരം കൂടിക്കലരാതെയുള്ള പദാർത്ഥത്തിന് സഹായിക്കുന്നത് പ്ലസൻ്റയാണ്. രക്തം പരസ്പരം കൂടിക്കലരാതെയുള്ള പദാർത്ഥത്തിന് സഹായിക്കുന്നത് പ്ലസൻ്റയാണ്. ഗർഭസ്ഥ ശിശുവിന് ഓക്സിജനും പോഷകവും നൽകുന്നത് പൊക്കിൾ കൊടിയാണ്. പ്യൂബർട്ടിയുടെ ആരംഭം മുതൽ ശാരീരിക വളർച്ച പൂർണ്ണമാവുന്നത് വരെയുള്ള കാലഘട്ടമാണ് കൗമാരക്കാലം. പ്യൂബർട്ടിയുടെ ആരംഭം മുതൽ ശാരീരിക വളർച്ച പൂർണ്ണമാവുന്നത് വരെയുള്ള കാലഘട്ടമാണ് കൗമാരക്കാലം. അനീമിയ, രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ എണ്ണത്തിലുള്ള കുറവ് കൊണ്ടോ ഹീമോഗ്ലോബിൻ്റെ കുറവ് കൊണ്ടോ ഉണ്ടാവുന്ന അവസ്ഥയാണ് അനീമിയ. ഇരുമ്പിൻ്റെ അഭാവം മൂലവും അനീമിയ ഉണ്ടാവുന്നു. ശരീരം മെലിയാനായി ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് മൂലം ഭക്ഷണത്തോട് വിരക്തി ഉണ്ടാവുന്ന രോഗമാണ് അനോറക്സിയ. ശരീരം മെലിയാനായി ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് മൂലം ഭക്ഷണത്തോട് വിരക്തി ഉണ്ടാവുന്ന രോഗമാണ് അനോറക്സിയ. ഒരു നിശ്ചിത അളവ് ലായനിയിൽ ലയിച്ചു ചേരുന്ന ലീനത്തിൻ്റെ അളവാണ് ലായനിയുടെ ഗാഢത.
ലീനത്തിൻ്റെ അളവ് കൂടിയ ലായനിയാണ് ഗാഢലായനി. ഒരു ലായനിയിലെ കുറഞ്ഞ അളവിലുള്ള ഘടകമാണ് ലീനം. ഒരു ലായനിയിലെ കൂടിയ അളവിലുള്ള ഘടകമാണ് ലായകം. കുറഞ്ഞ അളവിലുള്ള ഘടകം ലീനവും കൂടിയ അളവിലുള്ള ഘടകം ലായകവുമാണ്. കുടിവെള്ളത്തിലെ അനുവദനീയമായ ക്ലോറിൻ്റെ അളവ് 4 ppm ആണ്. വെള്ളത്തിലുള്ള ലീനവും ലായകവും ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലീനം കാർബൺ ഡൈ ഓക്സൈഡും ലായകം ജലവുമാണ്. ഭക്ഷണ പദാർത്ഥങ്ങളുടെ രുചി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് വാനിലിനാണ്. കൃത്രിമ പാനീയങ്ങളിൽ പുളി രുചി കൂട്ടാൻ ചേർക്കുന്ന രാസവസ്തുവാണ് ഫോസ്ഫോറിക് ആസിഡ്. ഭക്ഷണ പദാർത്ഥങ്ങളിലെ അലൈൻ ഹെക്സനോയേറ്റ് ചേർക്കുന്നത് എന്തിന്? സുഗന്ധത്തിന്. ഭക്ഷ്യപദാർത്ഥങ്ങളിലെ ചുവപ്പ് നിറം നൽകാൻ എറിത്രോസിനും മഞ്ഞ നിറത്തിന് ടാർട്രാസിനും ചേർക്കുന്നു. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന വലിപ്പം കൂടിയ ലീനകണികകൾ അടങ്ങിയ മിശ്രിതമാണ് സസ്പെൻഷനുകൾ. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന വലിപ്പം കൂടിയ ലീനകണികകൾ അടങ്ങിയ മിശ്രിതമാണ് സസ്പെൻഷനുകൾ. അതിസൂക്ഷ്മ കണങ്ങളായ ലീനകണികകൾ ചേർന്ന മിശ്രിതമാണ് യഥാർത്ഥ ലായനി. ചില മരുന്ന് കുപ്പികളിൽ ഷേക്ക് വെൽ ബിഫോർ യൂസ് എന്ന് എഴുതിയിരിക്കുന്നു. ഇത് ഏത് വിഭാഗം മിശ്രിതങ്ങളിൽ ഉൾപ്പെടുന്നതാണ്? സസ്പെൻഷനുകൾ. കൃത്രിമ പാനീയങ്ങൾ ഏത് രൂപത്തിലാണ് കാണപ്പെടുന്നത്? കൊളോയിഡ് രൂപത്തിലാണ് കൃത്രിമ പാനീയങ്ങൾ കാണപ്പെടുന്നത്. എന്താണ് കൊളോയിഡ് നോക്കാം. ഘടകങ്ങളെ അരിച്ച് വേർതിരിക്കാൻ കഴിയില്ല. പ്രകാശത്തിൻ്റെ പാത ദൃശ്യമാണ്, പിന്നെ അടിയുന്നില്ല, അതുകൊണ്ട് തന്നെ അത് അരിച്ചെടുക്കാനും കഴിയില്ല. ചെളിവെള്ളം സസ്പെൻഷനാണ്. ചോക്കുപൊടി വെള്ളം സസ്പെൻഷനാണ്. കൊളോയിഡിൽ വരുന്നതാണ് മഷി, നേർത്ത കഞ്ഞിവെള്ളം, മൂടൽമഞ്ഞ്, പാല് ഒക്കെ. സ്റ്റെബിലൈസറുകൾ. കണികകൾ അടിയുന്നത് തടയാനായി കൃത്രിമ പാനീയങ്ങളിൽ ചേർക്കുന്ന രാസവസ്തുക്കളാണ് സ്റ്റെബിലൈസറുകൾ. എക്സാമ്പിൾ: ബ്രോമിനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ, സുക്രോസ് അസറ്റേറ്റ്, ഐസോബ്യൂട്ടറേറ്റ്, ഗ്ലിസറൈൽ എസ്റ്റർ ഓഫ് റോസിൻ. ഇതൊക്കെ സ്റ്റെബിലൈസറുകൾക്ക് ഉദാഹരണങ്ങളാണ്. ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും ശരീരഭാഗങ്ങളിലെ എത്ര ശതമാനം ജലമാണ് അടങ്ങിയിരിക്കുന്നത്? 65%. പ്രഷർ കുക്കറിൽ ജലം തിളക്കുന്ന താപനില 120°C ആണ്. ജലത്തിൻ്റെ ഖരാഗം എത്ര? 0°C. സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം എന്നിവ തണുത്ത ജലവുമായി പ്രവർത്തിച്ച് പുറത്തുവിടുന്ന വാതകമാണ് ഹൈഡ്രജൻ. മഗ്നീഷ്യം ചൂടുള്ള ജലവുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്തുവരുന്ന വാതകവും ഹൈഡ്രജനാണ്. ഇരുമ്പ് നീരാവിയുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകം ഏത്? ഹൈഡ്രജൻ. ജലം ഘനീഭവിച്ച് ഐസ് ആവുമ്പോൾ വ്യാപ്തം കൂടുന്നു. ജലം ഘനീഭവിച്ച് ഐസ് ആവുമ്പോൾ വ്യാപ്തം കൂടുന്നു. ജലം ഘനീഭവിച്ച് ഐസ് ആകുമ്പോൾ സാന്ദ്രത കുറയുന്നു. ചെമ്പ്, വെള്ളി, സ്വർണം, പ്ലാറ്റിനം ഈ ലോഹങ്ങളുടെ പ്രത്യേകത എന്ത്? ജലവുമായിട്ട് പ്രവർത്തിക്കാത്ത ലോഹങ്ങളാണ് ഇവയൊക്കെ. അന്തരീക്ഷത്തിൽ 0°C-നും 100°C-നും ഇടയിലുള്ള താപനിലകളിൽ ജലം ഏത് രൂപത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ദ്രാവക അവസ്ഥയിലാണ്. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്നത് ഏത് ഘനജലമാണ്? ഹൈഡ്രജൻ ആറ്റങ്ങൾക്ക് പകരം ഘനജലത്തിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏത്? ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം. ചെറുപ്രാണികൾക്ക് ജലോപരിതലത്തിൽ നടക്കാൻ കഴിയുന്നതിന് കാരണം പ്രതലബലമാണ്. ജലത്തിൻ്റെ സ്ഥിര കാഠിന്യത്തിന് കാരണം കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡുകളും സൾഫേറ്റുകളുമാണ്. ജലത്തുള്ളികൾ ഗോളാകൃതിയിലാകാൻ കാരണം പ്രതലബലമാണ്. ചൂടാക്കിയാൽ മാത്രം സോപ്പ് നന്നായി പതയുന്നത് ഏതിൽ? കാൽസ്യം ബൈകാർബണേറ്റ് ലയിച്ചു ചേർന്ന ജലത്തിലാണ് ചൂടാക്കിയാൽ മാത്രം സോപ്പ് നന്നായി പതയുന്നത്. ബലമുള്ള നൂലുകൾ നിർമ്മിക്കാൻ അനുയോജ്യമായ പോളിമറുകൾ ഏതാ? അത് ഫൈബറുകളാണ്. വിവിധ രൂപത്തിൽ വാർത്തെടുക്കാൻ കഴിയുന്ന പോളിമറുകൾ ഏത്? പ്ലാസ്റ്റിക്. ഇലാസ്റ്റികത സ്വഭാവമുള്ള പോളിമർ ഏതാണ്? റബ്ബർ. അമിനോ ആസിഡുകൾ ചേർന്ന രൂപം കൊണ്ട പോളിമർ ഏത്? പ്രോട്ടീൻ. അന്നജത്തിൻ്റെ മോണാർ ഏത്? ഗ്ലൂക്കോസാണ്. പ്രകൃതിദത്ത പോളിമറിന് ഉദാഹരണമാണ് സെല്ലുലോസ്, പ്രോട്ടീൻ, DNA, അന്നജം.
സിസ്റ്റലിക് പോളിമറിന് ഉദാഹരണമാണ് PVC. റബ്ബറിൻ്റെ മോണോമറാണ് ഐസോപ്രീൻ. കൃത്രിമ പട്ട എന്നറിയപ്പെടുന്നത്